ഒരിക്കലേ ദൈവഭക്തനായ ഒരു മനുഷ്യൻ ബാർബർ ഷോപ്പിൽ മുടി വെട്ടുവാനായി കടന്നു ചെന്നു. മുടി വെട്ടിക്കൊണ്ടിരുന്ന സമയം ബാർബറുമായി സംസാരത്തിൽ ഏർപ്പെട്ടു. ദൈവഭക്തനായ മനുഷ്യൻ ദൈവത്തെക്കുറിച്ച് വളരെയേറെ പുകഴ്ത്തി സംസാരിക്കാൻ തുടങ്ങി. ഇത് കേട്ട ബാർബർക്ക് അരിശം വന്നു. ബാർബർ പറഞ്ഞു, ദൈവമുണ്ടായിരുന്നെങ്കിൽ മനുഷ്യൻ ഇത്രയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പിടിച്ച് ഇവിടെ ഓടി നടക്കുമായിരുന്നു. രണ്ടുപേരും തമ്മിൽ തർക്കം മുറുകി. ദൈവഭക്തനായ മനുഷ്യൻ ദൈവമുണ്ടെന്നും ബാർബർ ദൈവമില്ലെന്നും തർക്കിച്ച് സമയം കടന്നുപോയി. മുടി വെട്ടിക്കഴിഞ്ഞ് പൈസ കൊടുത്തിട്ട് ദൈവഭക്തനായ മനുഷ്യൻ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. വെളിയിൽ ചെന്നപ്പോഴേ വർഷങ്ങളായി മുടി വെട്ടാതെ താടി നീട്ടി വളർത്തിയ വളരെ വികൃതമായി നിൽക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു. അദ്ദേഹത്തെ വിളിച്ച് ബാർബർ ഷോപ്പിൻ്റെ ഉള്ളിൽ വന്നിട്ട് ബാർബറോട് പറഞ്ഞു, ഇവിടെ ബാർബർമാരാരും ഇല്ലെന്നാണ് തോന്നുന്നത്. ഇത് കേട്ട ബാർബർക്ക് ഭയങ്കര അരിശം വന്നു. അദ്ദേഹം ചോദിച്ചു, ഞാനൊരു ബാർബറല്ലേ? അല്പം മുമ്പല്ലേ നിങ്ങളുടെ മുടി ഞാൻ വെട്ടിയത്, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് ഇവിടെ ബാർബർമാർ ഇല്ല എന്ന്? അദ്ദേഹം പറഞ്ഞു, ബാർബർമാർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ മനുഷ്യൻ ഇങ്ങനെ താടിയും മുടിയും നീട്ടി വളർത്തി ഇത്ര വികൃതമായി ജീവിക്കേണ്ടി വരുമായിരുന്നു. ബാർബർ പറഞ്ഞു, ഇവിടെ ബാർബർമാർ ഇല്ലാത്തതല്ല പ്രശ്നം, ഇദ്ദേഹം ബാർബറെ അന്വേഷിച്ച് ചെല്ലാതിരുന്നതാണ് പ്രശ്നമെന്ന്. ദൈവദാസൻ പറഞ്ഞു, അത് തന്നെയാണ് ഞാൻ നിങ്ങളോടും പറയുന്നത്. ദൈവമില്ലാത്തതല്ല ഇവിടെ പ്രശ്നം, നമ്മൾ ദൈവത്തെ യഥാർത്ഥമായി അന്വേഷിച്ച് കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ദൈവത്തെ ഒരുവന് കാണണമെങ്കിൽ, ദൈവത്തെ ഒരുവന് അനുഭവിക്കണമെങ്കിൽ അവൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി അന്വേഷിച്ചെങ്കിൽ മാത്രമേ ദൈവത്തെ ഒരുവനെ കണ്ടെത്താനും അനുഭവിക്കുവാനും സാധിക്കത്തുള്ളൂ. പലപ്പോഴും നമ്മൾ ഓരോരുത്തരും ദൈവത്തെ അന്വേഷിക്കുന്നത് ഭാഗികമായും അല്പമായിട്ടാണ്. അങ്ങനെ വരുമ്പോഴാണ് ദൈവം ആരാണെന്നും ദൈവസ്നേഹം എന്താണെന്നും നമുക്ക് അറിയുവാൻ സാധിക്കാതെ പോകുന്നത്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.